ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിക്കൂടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്കിയുടെ കാണിക്കുന്നുണ്ട് ചേട്ടാ, ലക്കിയുടെ ഒരു വീഡിയോ ചെറുതായിട്ട് കാണിച്ചായിരുന്നു. അവനൊരു ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നത്. അതിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയോളം വീഡിയോ ഇടാതിരുന്നപ്പോൾ തന്നെ, നല്ല ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് വിളിച്ചേക്കാം എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്ത ചേച്ചി എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിക്കനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നോർത്ത് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരൈറ്റം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കാത്തത്, അതായത് നമ്മളെല്ലാവരും നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവണ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമാണ് അല്ലേ. അപ്പം നമ്മളത് ചിക്കൻ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അപ്പം ഞാൻ അതാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളും കൂടെ നമുക്കത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്, അതിൻ്റെ അഭിപ്രായം, റിയൽ ആയിട്ടുള്ള അഭിപ്രായം തന്നെ ഞാൻ നിങ്ങളോട് പറയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് തിരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചിക്കൻ മാരിനേഷന് വേണ്ടിയുള്ള സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ലെഗ് പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയായിരിക്കും, ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ 4 പീസിലേക്ക് വേണ്ടിയുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഉപ്പാണ്. ഉപ്പിട്ട ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അത് ഞാൻ 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീർ ചില്ലി പൗഡറാണ്, അത് നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകും, ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിലെടുത്ത് ഒന്ന് അരച്ചെടുത്തേക്കുന്നത്, പേസ്റ്റ് ആക്കിയത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യുന്നത് വിനീഗറാണ്, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറുനാരങ്ങ ആണെങ്കിൽ ഒരു വലിയ ഇതാണെങ്കിൽ, വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യാം. എനിക്ക് പറ്റില്ലെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരു മിനിമം 1/2 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് എടുത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ പീസ് 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും ഫ്രൈ ആയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുൾ ഫ്രൈ ആയിട്ടുണ്ട്. ഓവർ ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഫ്രണ്ട്സ്, ഇനി ഞാൻ എടുക്കുന്നത് ഒരു മൺചട്ടിയാണ് കേട്ടോ.
ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വട്ടമായിട്ടുള്ളത്. ഈ മൺചട്ടിയിലേക്ക് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയെടുത്താണ്. അത് ഇതിലേക്കൊന്ന് മിഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ അധികം കുഴിയുള്ളതല്ല എടുത്തേക്കണത്, ആവശ്യത്തിന് മാത്രം. ഇതൊന്ന് ഇതേപോലെ കുഴിച്ച് വെച്ച ശേഷം ഇനി ഇതിലേക്ക് വേണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഓരോന്ന് നിരത്തി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് നിരത്തി വയ്ക്കാം. പിന്നെ നമ്മൾ 4 ചിക്കൻ പീസും ഇതേപോലെ ചട്ടിയിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ 2 എണ്ണം വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചട്ടി തന്നെ നമ്മുടെ കാര്യം സാധിക്കുന്നതാണ്. തീ ഒന്ന് പതുക്കെ ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതിയോളം നമ്മുടെ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാനിവിടെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ ചുമന്നുള്ളിലെ ചതച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചതച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിന് ശരിക്കും ആ ഒരു നമ്മുടെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ചെറിയ ഉള്ളിയുടെ എല്ലാം അതെല്ലാം നമുക്കിതിലേക്ക് ഇടാം. പിന്നെ ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ആ ഫ്ലേവറൊക്കെ ശരിക്കും ഇറങ്ങും. അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. അതിൻ്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ സ്വല്പം ഉപ്പ്, നമ്മുടെ തേങ്ങാപ്പാലിനും കൂടെ വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ഇങ്ങനെ മേലെ ഒന്ന് വിതറി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണത് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ജസ്റ്റ് ഒന്ന് ഞാനിന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതൊന്ന് മൂടി മാറ്റാം. ഫ്രണ്ട്സ്, ദേ നമ്മളുടെ ഗ്രേവി എല്ലാം ഇപ്പോൾ പാലെല്ലാം തേങ്ങാപ്പാലൊക്കെ വെട്ടി തിളക്കാൻ തുടങ്ങി. അപ്പം നമുക്കിനി മൂടിയുടെ ആവശ്യമില്ല. മൂടിയൊക്കെ ഞാൻ മാറ്റി. എന്നിട്ട് ഞാനൊരു ഹൈ ഫ്ലെയിം തന്നെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് മീഡിയത്തിൽ നിന്ന്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഗ്രേവി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം തന്നെ ആ ഇലയിൽ കിടന്നിട്ടുള്ള ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടുള്ള ഒരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് നമുക്ക് ഇപ്പോഴേ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇങ്ങനെ ഒന്ന് കിടന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എടുക്കൊന്ന് പതുക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ പീസിൻ്റെ മേലേക്കൊക്കെ ഇത്തിരി ഗ്രേവിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഇല ഒന്ന് ശരിക്കും കാണിച്ചു കൊടുത്തേ. കണ്ട, ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുരുങ്ങി ഒതുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചട്ടിയിലേക്ക്. അപ്പോൾ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നിർവാണ റെഡി ആയിട്ടുണ്ട്. ദേ കണ്ട, നമ്മുടെ ചിക്കനിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട്, ഞാനൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം. അപ്പോൾ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ആ ഗ്രേവി നമുക്കിതിൻ്റെ മേലിലേക്ക് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ യൂസ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങാപ്പാലിലൊന്ന് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി എടുത്തിട്ട് കൊള്ളാട്ടോ. നല്ല ഫ്ലേവറാണ്. അതായത് ഫിഷിൻ്റെതായ ഒരു ഫ്ലേവർ, ഇത് ചിക്കൻ ആകുമ്പോൾ ചിക്കൻ്റെതായ ഒരു ഫ്ലേവർ. നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ കുറുകി വന്ന് എന്താ പറയുക, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ചുമന്നുള്ളി ചതച്ചത്, അതിൻ്റെ എല്ലാ ഒരു ഫ്ലേവർ ഇതിൽ ശരിക്കും അറിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാഴയില,
മൺചട്ടിയിൽ വാഴയിലയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പൊ ആ ഒരു ഫ്ലേവർ എല്ലാം ഒരു നാടൻ ഫ്ലേവർ ആണ് നമ്മളുടെ ഈ കറിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത സൺഡേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.